അദ്ദേഹത്തിന് വെടി ഏറ്റാണ് മരിച്ചത് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. അദ്ദേഹം സ്വയം വെടിവെക്കുകയായിരുന്നു എന്നാണ് IT ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ. അവർ പരിശോധന നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന റിവോൾവർ എടുത്ത് സ്വയം വെടിവെക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായത്. സാധാരണഗതിയിലൊക്കെ ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത് ആ റെയ്ഡ് നടക്കുന്ന ഓഫീസിലോ വീടുകളിലോ ഉണ്ടായിരിക്കുന്ന ആളുകളെല്ലാം ദേഹ പരിശോധന നടത്തി അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കി, അല്ലെങ്കിൽ ആത്മഹത്യക്കുള്ള മറ്റു മരുന്നുകളോ അത്തരം കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കി അവരെ ഒരു ഭാഗത്ത് മുറിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സുരക്ഷിതരായി ഇരുത്തും. അതിനുശേഷം അവരുടെ റെയ്ഡ് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അവരുടെ ടെലിഫോൺ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും, ലാൻഡ് ഫോണായാലും മൊബൈൽ ഫോണായാലും മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും അവരിൽ നിന്ന് വിച്ഛേദിക്കും. അവർക്ക് മറ്റുള്ളവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനുള്ള അവസരം പൂർണ്ണമായും നിഷേധിക്കും. അതിനുശേഷമാണ് സാധാരണ IT റെയ്ഡുകൾ ഒക്കെ നടക്കുന്നത്. അങ്ങനെ റെയ്ഡ് നടത്തുന്നതിന്റെ ഭാഗമായി റെയ്ഡ് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹപരിശോധന നടത്തിയില്ലയോ, അല്ലെങ്കിൽ ദേഹപരിശോധനയ്ക്കിടയിൽ അദ്ദേഹം തോക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്നത് കണ്ടെത്താൻ കഴിയാത്തതാണോ, ഇനി അടുത്ത് ഇരുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും തോക്കുണ്ടായിരുന്നു അത് പരിശോധിക്കാൻ കണ്ടെത്താനോ ഇവർക്ക് കഴിയാതെ പോയതാണ്. അത്തരം വിവരങ്ങളൊക്കെ ഇനിയാണ് അറിയേണ്ടത്. എന്തായാലും അദ്ദേഹം സ്വന്തം തോക്ക് ഉപയോഗിച്ചാണ് വെടിയുതിർത്തിരിക്കുന്നത് എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചായിരുന്നു. കോർപ്പറേറ്റ് ഓഫീസിലാണ് IT റെയ്ഡ് നടന്നത്. അവിടെയാണ് എന്തായാലും ഈ സംഭവം, ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ബിൽഡർമാരായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ CJ റോയ് ജീവനൊടുക്കിയതിനെ സംബന്ധിച്ച് വിവരങ്ങൾ വരുമ്പോൾ ഇന്ന് IT റെയ്ഡ് ആരംഭിച്ചത് രാവിലെ 10 മണിയോടെയാണ്. ഇതിനു മുൻപ് പലതവണ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നതിനെതിരെ CJ റോയ് കോടതിയെ സമീപിച്ചിരുന്നു. ആ സംഭവമൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് അവിടെ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 10 മണിക്ക് ശേഷം ഈ IT ഉദ്യോഗസ്ഥർ അവിടെ റെയ്ഡ് ആരംഭിച്ചു. റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ റോയിയെ ചോദ്യം ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകൾ എടുക്കാനായി അടുത്ത മുറിയിലേക്ക് പോയ CJ റോയ് സ്വയം വെടിയുതിർത്തു. ഒരു ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ സ്വന്തം തോക്കിൽ നിന്ന് നെഞ്ചിലേക്ക് വെടിയുതിർത്ത് അദ്ദേഹം നിറയൊഴിച്ചു എന്ന വിവരങ്ങളാണ് വരുന്നത്. IT ഉദ്യോഗസ്ഥർ തന്നെ തൊട്ടടുത്തുള്ള HSR ലേഔട്ടിലെ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ബിസിനസ് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കിരൺ വരുന്നത്. നമുക്ക് ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കഫേ കോഫി ഡേ ഉടമ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിലും വ്യത്യസ്തമാണ്. IT ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നതിനിടെ നിറയൊഴിച്ചു മരിക്കണമെങ്കിൽ അദ്ദേഹം അത്രയും വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോടീശ്വരൻ, വെറും കോടീശ്വരനല്ല, ശതകോടീശ്വരൻ എന്ന് തന്നെ പറയാം. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കളക്ഷനിൽ 12 റോൾസ് റോയ്സ് ആണ് ഉള്ളത്. ശതകോടീശ്വരനായ അദ്ദേഹം അങ്ങനെ ജീവൻ ഒടുക്കണമെങ്കിൽ അത്രത്തോളം വലിയ എന്തോ പ്രതിസന്ധി നേരിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. എത്രത്തോളം ഞെട്ടിക്കുന്നതാണ് കിരൺ ഈ വാർത്ത? എങ്ങനെയാണ് ഈ ബിസിനസ് ലോകം അടക്കം ഇതിനോട് പ്രതികരിക്കുന്നത്? ശ്രീജ, അതുതന്നെയാണ്. സാധാരണഗതിയിൽ ഇത്തരം വലിയ സമ്പന്നരായ വ്യവസായികൾ, അല്ലെങ്കിൽ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് വളർന്ന വ്യവസായികൾ, അതിനെയൊക്കെ അതിജീവിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യവസായികളുടെ ജീവനൊടുക്കുക എന്നത് അത്യപൂർവമായ സംഭവങ്ങളാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നല്ല, വളരെ അപൂർവമായിട്ട് കഫേ കോഫി ഡേയുടെ ഉടമയൊക്കെ ചെയ്തതുപോലെ വളരെ ചുരുക്കം പേര് മാത്രമാണ്. ആത്മഹത്യാ നിരക്കൊക്കെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഇത്തരം ആളുകൾ ആത്മഹത്യ ചെയ്യുക അത്യപൂർവമാണ്. അങ്ങനെ ഒരു ആത്മഹത്യാ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അത് ആത്മഹത്യയാണോ അപകടമാണോ എന്നുള്ള വിവരങ്ങളുടെ ഒക്കെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരേണ്ടതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കാവുന്നത് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹം വെടിയേറ്റാണ് മരിച്ചത് എന്നുള്ളതുമാണ്. അദ്ദേഹം സ്വന്തം റിവോൾവർ ഉപയോഗിച്ചാണ് വെടിവെച്ചത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽഡർ ഗ്രൂപ്പാണ് ബിൽഡേഴ്സ് കോൺഫിഡന്റ് ഗ്രൂപ്പ്. അതിന്റെ സ്ഥാപകനും ചെയർമാനും ഒക്കെ ആയിരുന്നു ഡോക്ടർ CJ റോയ്. 57 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ബംഗളൂരുവിലെ ലംഫോർട്ട് റോഡിലുള്ള റിച്ച്മണ്ട് സർക്കിളിന് സമീപം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായത്. IT റെയ്ഡിനിടെ അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. വെള്ളിയാഴ്ച ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നത്. ഓഫീസിനുള്ളിലെ തന്റെ മുറിയിൽ വെച്ച് റോയ് സ്വന്തം തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഉടൻ തന്നെ HSR ലേഔട്ടിലെ നാരായണ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ വിവിധ ഓഫീസുകളിലും വസതികളിലുമെല്ലാം ആദായ നികുതി വകുപ്പ് വ്യാപകമായ പരിശോധനകൾ നടത്തിയിരുന്നു. കേരളത്തിനകത്തും പുറത്തും ഗൾഫിലുമായി നിരവധി സംരംഭങ്ങളുള്ള വ്യക്തി കൂടിയാണ് CJ റോയ്. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് റെയ്ഡിന് ബാംഗ്ലൂരിൽ എത്തിയതെന്നാണ് വിവരം. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ചത്. പലതവണ ഇൻകം ടാക്സ് സ്ഥാപനങ്ങൾ ഇൻകം ടാക്സ് തന്റെ സ്ഥാപനത്തിൽ
റെയ്ഡ് നടത്തുന്നതിനെതിരെ CJ റോയ് കോടതിയെ സമീപിച്ചിരുന്നു. റിയൽ എസ്റ്റേറ്റ് വ്യവസായ മേഖലയിൽ വലിയ രീതിയിലുള്ള ഞെട്ടൽ ഉണ്ടാക്കുന്നത് കൂടിയാണ് CJ റോയിയുടെ ആത്മഹത്യ. റെയ്ഡിനിടയിൽ തന്നെ ഉദ്യോഗസ്ഥർ CJ റോയിയെ ചോദ്യം ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകൾ എടുക്കാനായി അടുത്ത മുറിയിലേക്ക് പോയ സമയത്താണ് CJ റോയി വെടിയുതിർത്തത് എന്നാണ് ഒരു വിവരം. അതും സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരമല്ല. അദ്ദേഹത്തിന് സാധാരണഗതിയിൽ അങ്ങനെ ഒരു റെയ്ഡ് നടക്കുകയാണെങ്കിൽ റെയ്ഡിൽ ആരൊക്കെയാണോ ആ സമയത്ത് ആരൊക്കെയാണോ ആ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ ഉള്ളത് അവരുടെ ദേഹപരിശോധന നടത്തും. ദേഹപരിശോധന നടത്തിയ ശേഷം അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് ബന്ധപ്പെടാനുള്ള മൊബൈലോ അല്ലെങ്കിൽ മറ്റ് ലാൻഡ് ഫോണോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം അവരിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കും. അതിനുശേഷം അവരുടെ ദേഹപരിശോധന നടത്തി ആയുധങ്ങളൊന്നും വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു റൂമിൽ പരിശോധന നടക്കുന്നു, അടുത്ത റൂമിൽ നിന്ന് ഡോക്യുമെന്റ്സ് എടുക്കാൻ പോകുന്ന ഇദ്ദേഹത്തെ പോലൊരു ആൾ, ഇദ്ദേഹത്തെ പോലെ അത്രയും വലിയൊരു വ്യവസായി, ചെറിയ ആളല്ലല്ലോ, അങ്ങനെ ഒരാൾ ഡോക്യുമെന്റ്സ് എടുക്കാൻ പോകുന്നു. അവിടെ വെച്ച് ഒരുപക്ഷെ സൂക്ഷിച്ചിരുന്ന തോക്ക് ഉപയോഗിച്ച് നിറയൊഴിക്കുക എന്ന് പറയുന്നത് തീർത്തും അപ്രതീക്ഷിതമാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കുമല്ലോ. ഒരിക്കലും അങ്ങനെ ഇങ്ങനെയാണ് സംഭവം ഉണ്ടായതെങ്കിൽ നമുക്ക് ഒരിക്കലും അത് പ്രതീക്ഷിക്കാവുന്നതല്ല. പക്ഷേ എങ്ങനെ തന്നെയാണോ സംഭവം ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എന്തായാലും പുറത്ത് വരേണ്ടതുണ്ട്. ഒരു റെയ്ഡിന്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണെങ്കിൽ റെയ്ഡ് നടത്തുന്ന ഏത് സ്ഥാപനത്തിലും ഇത്തരം റെയ്ഡുകൾ നടക്കുമ്പോഴും ഈ ആളുകൾ സമ്മർദ്ദത്തിലാവുകയും ആളുകൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും മരുന്ന് ഉപയോഗിക്കുക, ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക, അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ഈ റെയ്ഡ് നടത്തുന്ന സ്ഥാപനങ്ങളിലെ ഉടമകളോ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളോ ഒക്കെ പലപ്പോഴും ഉണ്ടാവുക. അത് ഈ റെയ്ഡിന് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെ അത് ഉത്തമ ബോധ്യമുള്ളതാണ്. ഒരിക്കലും പിടിക്കപ്പെട്ടില്ല എന്ന് കരുതുന്ന ചിലരെ പിടിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സാമ്രാജ്യം തകരുമെന്ന് കാണുമ്പോഴോ ഒക്കെ ആളുകൾ പലതരത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതകൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് റെയ്ഡിന് പോകുന്ന ഏത് ഘട്ടത്തിലും റെയ്ഡ് നടന്ന ഉദ്യോഗസ്ഥർ അവിടെ അവരുടെ ശരീര പരിശോധന നടത്തി അവർക്ക് അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ മറ്റ് ആത്മഹത്യക്കുള്ള ശ്രമങ്ങളൊന്നും അവർ നടത്തുന്നില്ല. പുറത്തേക്ക് ചാടാനുള്ള സ്ഥലങ്ങൾ പോലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും പലപ്പോഴും അവരെ ഇരുത്താറില്ല. സുരക്ഷിതമായ ഒരു മുറിയിൽ അവരെ ഇരുത്തി അവർക്ക് ചുറ്റും കാവൽ നിൽക്കാൻ ആളുകളെയൊക്കെ ഏർപ്പെടുത്തി കുടിക്കാനുള്ള വെള്ളമോ ഒക്കെ മാത്രമാണ് അല്ലെങ്കിൽ ലഘുഭക്ഷണമൊക്കെ മാത്രമാണ് ഇവർക്ക് പലപ്പോഴും നൽകുക. അല്ല അവരെ സ്വന്തമായ ഒരു അടുത്ത മുറിയിലേക്ക് വിടുകയൊന്നും സാധാരണഗതിയിൽ റെയ്ഡിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എപ്പോഴും പ്രോട്ടോകോൾ ഒക്കെ ചില സമയത്ത് ഇതുപോലെ ഒരു വ്യവസായിയാണ് അടുത്ത മുറിയിൽ നിന്ന് രേഖ എടുത്തു തരാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഘട്ടത്തിൽ രേഖ എടുത്തു തരാൻ വേണ്ടി പോവുകയും അദ്ദേഹത്തിന് അടുത്ത ആളുണ്ടായെങ്കിലും ഒക്കെ ഒരാൾക്ക് വേഗത്തിൽ വേണമെങ്കിൽ സ്വന്തം വീട് സ്വന്തം ഓഫീസ് റൂമിന്റെയും ഓരോ സ്ഥാപനങ്ങളും എവിടെയാണ് ഇരിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നോ അദ്ദേഹത്തിന് അറിയുന്നത് പോലെ അറിയുന്ന ആളുകളായിരിക്കില്ല ഉദ്യോഗസ്ഥർ. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. എന്നാലും അതെല്ലാം ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് അങ്ങനെ തന്നെയാണ് നടന്നത് എന്ന് തൽക്കാലം ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെയാണ്. അദ്ദേഹത്തെ ഇടയ്ക്ക് ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ചില രേഖകൾ അവർ ആവശ്യപ്പെട്ടു. രേഖകൾ അടുത്ത മുറിയിലാണ് ഉള്ളതെന്ന്, ആ മുറിയിൽ നിന്ന് രേഖകൾ ഷെൽഫിൽ നിന്ന് എടുത്തു തരാം എന്ന് പറയുന്നു. അദ്ദേഹം അടുത്ത മുറിയിലേക്ക് പോകുന്നു. അടുത്ത മുറിയിലേക്ക് പോയി ഷെൽഫ് തുറന്ന് പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് അദ്ദേഹം സ്വന്തം ശരീരത്തിലേക്ക് നെഞ്ചിലേക്കാണ് വെടിയുതിർത്തതെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഇതെല്ലാം ഈ ഉദ്യോഗസ്ഥരും അദ്ദേഹവും മാത്രം കാണുന്ന ഒന്നാണ്. മറ്റാരെങ്കിലും കണ്ടിട്ടില്ല. ഇനി അവിടെ CCTV ഉണ്ടോ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ അതെല്ലാം ദൃശ്യമാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് അറിയേണ്ട വിഷയങ്ങളാണ്. സാധാരണ CCTV ഒക്കെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ CCTV അടക്കം വിച്ഛേദിച്ച ശേഷമായിരിക്കും ഇത്തരം റെയ്ഡുകളൊക്കെ പലപ്പോഴും നടക്കുക. ആ റെയ്ഡിന്റെ വിവരങ്ങളും റെയ്ഡിൽ നിന്ന് കാര്യങ്ങളും ഒന്നും പുറത്തറിയരുതെന്നുള്ള നിർബന്ധമുണ്ട്. അതിനുശേഷമായിരിക്കും ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെ എടുത്തു എന്ന് റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥർ എഴുതി അത് ആളുകളെ ബോധ്യപ്പെടുത്തി അവരുടെ ഒപ്പിട്ട് വാങ്ങി വേണം തിരിച്ചു പോകാൻ എന്നുള്ളതാണ് റെയ്ഡിന്റെ പ്രോട്ടോകോൾ. ആ പ്രോട്ടോകോളിലൊക്കെ പാലിച്ചു തന്നെയാണോ പരിശോധന നടന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം വെടിവെച്ചു എന്ന് പറയുമ്പോൾ സ്വയം വെടിവെച്ചു എന്ന് പറയുന്നത് അത്ഭുതത്തോടെയും ഞെട്ടലോടെയും കൂടി മാത്രം കേൾക്കാൻ കഴിയുന്ന ഒന്നാണ്. കാരണം ഇത്തരം വ്യവസായികൾ ഒരുപാട്, പ്രത്യേകിച്ച് കോൺഫിഡന്റ് ഗ്രൂപ്പിനെതിരെ പലതരത്തിലുള്ള കേസുകൾ പല ഘട്ടത്തിലുമൊക്കെ തുടക്കഘട്ടത്തിലുമൊക്കെ വലിയ തോതിലുള്ള കേസുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും അത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി, കഴിഞ്ഞ 10-12 വർഷമായി കോൺഫിഡന്റ് ഗ്രൂപ്പ് നിരവധി കെട്ടിട സമുച്ചയങ്ങൾ, ഫ്ളാറ്റ് സമുച്ചയങ്ങളൊക്കെ നിർമ്മിച്ച് കേരളത്തിൽ വലിയ വിശ്വാസ്യത തിരിച്ചു പിടിക്കുകയും വലിയ വിശ്വാസ്യത നേടുകയും ഇടത്തരക്കാരായ മനുഷ്യർക്ക്, മധ്യവർഗക്കാരായ മനുഷ്യർക്ക് വേണ്ടി ആഡംബര ഫ്ളാറ്റുകളല്ല, അവർ കൂടി താങ്ങാവുന്ന വിലയിലുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, അതും പലപ്പോഴും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റുകൾ പരിശോധിച്ചാൽ അറിയാം അത് പലതും 100 ഫ്ളാറ്റുകളും 200 ഫ്ളാറ്റുകളും ഒക്കെ ഒരേ കോമ്പൗണ്ടിൽ തന്നെ നിർമ്മിച്ച് സ്വാഭാവികമായും ആ സമയത്ത് കുറഞ്ഞ വിലയ്ക്ക്
വിലയ്ക്ക് കൂടുതൽ നൽകാൻ കഴിയും. അത്തരം ഫ്ളാറ്റുകളായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിച്ചിരുന്നത്. മറ്റുള്ള ഫ്ളാറ്റുകളെക്കാൾ വില കുറച്ച് വിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സൗകര്യങ്ങൾ കുറവാണെങ്കിൽ പോലും കുറച്ച് വിൽക്കാൻ കഴിയുന്ന ഫ്ളാറ്റുകളായിരുന്നു, താങ്ങാൻ കഴിയുന്ന ഫ്ളാറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു വിശ്വാസ്യത പിന്നീട് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് നേടിയെടുത്തിരുന്നു. അത് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെയും നിരവധി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റുകൾ ഉണ്ട്. കേരളത്തിലെ തന്നെ ബിൽഡർമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 പേരിൽ ഒരാൾ തന്നെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയ്. അതോടൊപ്പം തന്നെ പല മേഖലയിലും അദ്ദേഹത്തിന് സിനിമാ നിർമ്മാണം 10-11 സിനിമയോളം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമൊക്കെ സിനിമാ നിർമ്മാണ മേഖലയിൽ കൈവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാറുകൾ അത് അതിപ്രശസ്തമായിരുന്നു. ശ്രീജി നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ 11ഓളം റോൾസ് റോയ്സ് കാറുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം ഈ ടെലിവിഷൻ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷറി ലൈഫ് കൊണ്ടാണ്. ഇപ്പോൾ തൊട്ടു മുൻപ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ റീലായി കാണുകയായിരുന്നു. അതിൽ പറയുന്നു, ഞാൻ 36-ാമത്തെ വയസ്സിൽ ഒരു വിമാനം സ്വന്തമാക്കിയ ആളാണ്. ഇവിടെ 36-ാമത്തെ വയസ്സിൽ സാധാരണ ആളുകൾ കാറൊക്കെ വാങ്ങുമ്പോൾ ഞാൻ എൻ്റെ 36-ാമത്തെ വയസ്സിൽ ഒരു വിമാനം വാങ്ങിയ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.